JRC A-ലെവൽ എക്സാമിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം, ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ്. ആൻസർ കളക്ടർ. കളക്ടറാണ് ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, റെഡ് ക്രോസ് സ്ഥാപകൻ്റെ മാതാവിൻ്റെ പേര്. ആൻസർ അൻഡൈനെറ്റ. അൻഡൈനെറ്റ എന്നാണ് റെഡ് ക്രോസ് സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ മാതാവിൻ്റെ പേര്. അടുത്ത ചോദ്യം, അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് ആര്? ആൻസർ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ. ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ആണ് അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ JRC പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം. ആദ്യമായി JRC പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ് ആണ്. അടുത്ത ചോദ്യം, JRC യൂണിറ്റ് പ്രസിഡന്റ്. ആൻസർ പ്രഥമ അധ്യാപകൻ. പ്രഥമ അധ്യാപകനാണ് JRC യൂണിറ്റ് പ്രസിഡന്റ്. അടുത്ത ചോദ്യം, കാലാകാലങ്ങളിൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണെന്ന് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് പെടുന്നത്? ആൻസർ 112. അടുത്ത ചോദ്യം, കാൽനട യാത്രക്കാരൻ റോഡിൻ്റെ ഡാഷ് വശത്തു കൂടി നടക്കണം. ഉത്തരം വലത്. വലതുവശത്തു കൂടിയാണ് കാൽനട യാത്രക്കാർ നടക്കേണ്ടത്. അടുത്ത ചോദ്യം, അന്തർദേശീയ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം. ആൻസർ ജനീവ. ജനീവയിലാണ് അന്തർദേശീയ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് ആര്? ആൻസർ എലിസബത്ത് ഫ്രൈ. എലിസബത്ത് ഫ്രൈ ആണ് യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക മാതൃകാ JRC യൂണിറ്റ്. ആൻസർ കൊല്ലം. കൊല്ലത്താണ് കേരളത്തിലെ ഏക മാതൃകാ JRC യൂണിറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ്. ആൻസർ രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, ആക്ട് ഡാഷ് അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്? ആക്ട് 15 അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഒന്നാമത്തെ JRC യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ. ആൻസർ സെൻറ് തോമസ് മിഷൻ HS പാലക്കാട്. സെൻറ് തോമസ് മിഷൻ HS പാലക്കാടാണ് കേരളത്തിലെ ഒന്നാമത്തെ JRC യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ. അടുത്ത ചോദ്യം, ഏറ്റവും ശക്തി കൂടിയ ഗിയർ. ആൻസർ റിവേഴ്സ് ഗിയർ. റിവേഴ്സ് ഗിയർ ആണ് ഏറ്റവും ശക്തി കൂടിയ ഗിയർ. അടുത്ത ചോദ്യം, കാരുണ്യദേവത എന്നറിയപ്പെടുന്നത്. ആൻസർ ക്ലാര ബർട്ടൺ. ക്ലാര ബർട്ടൺ ആണ് കാരുണ്യദേവത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ JRC പ്രവർത്തനം ആരംഭിച്ച വർഷം. ആൻസർ 1925. 1925 ഇന്ത്യയിൽ JRC പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, അമേരിക്കയിൽ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറ്റവും സഹായിച്ച പുസ്തകം. ആൻസർ അങ്കിൾ ടോംസ് ക്യാബിൻ. അങ്കിൾ ടോംസ് ക്യാബിൻ ആണ് അമേരിക്കയിൽ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറ്റവും സഹായിച്ച ഗ്രന്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം. ആൻസർ 1917. 1917 റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം. ആൻസർ 1963. 1963 റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐവർ സംഘത്തിൻ്റെ ആദ്യ യോഗം നടന്ന വർഷം. 1863. 1863 ഐവർ സംഘത്തിൻ്റെ ആദ്യ യോഗം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പാനിഷ് അമേരിക്കൻ യുദ്ധം നടന്ന വർഷം. 1898. 1898 സ്പാനിഷ് അമേരിക്കൻ യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, JRC പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം. ആൻസർ നിഷ്പക്ഷത. നിഷ്പക്ഷതയാണ് JRC പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, അമേരിക്കൻ ജലമേഖലയിലെ ആദ്യത്തെ റെഡ് ക്രോസ് കപ്പൽ. ആൻസർ ജോഷ് ബി ഗ്രൂപ്പ്. ജോഷ് ബി ഗ്രൂപ്പാണ് അമേരിക്കൻ ജലമേഖലയിലെ ആദ്യ റെഡ് ക്രോസ് കപ്പൽ. അടുത്ത ചോദ്യം, ഹെൻറിയുടെ അന്ത്യനാളുകളിൽ അദ്ദേഹം ചുറ്റി നടന്ന ഗ്രാമം. ആൻസർ ഹെയ്ഡൻ.
ഹെയ്ഡൻ ഗ്രാമത്തിലാണ് ഹെൻറിയുടെ അന്ത്യനാളുകളിൽ അദ്ദേഹം ചുറ്റി നടന്നത്. അടുത്ത ചോദ്യം, JRC യൂണിറ്റിൻ്റെ അംഗസംഖ്യ എത്ര? ആൻസർ 50. 50 JRC യൂണിറ്റിൻ്റെ അംഗസംഖ്യ. അടുത്ത ചോദ്യം, അമേരിക്ക ജർമ്മനിക്കെതിരെ യുദ്ധം തുടങ്ങിയ വർഷം? 1917. 1917 അമേരിക്ക ജർമ്മനിക്കെതിരെ യുദ്ധം തുടങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ടോക്കിയോ കരാർ നടന്ന വർഷം? 1934. 1934 ടോക്കിയോ കരാർ നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം ലോകമഹായുദ്ധം നടന്ന വർഷം? 1914. 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ബീഹാർ ഭൂമികുലുക്കം നടന്ന വർഷം? 1934. 1934 ബീഹാറിൽ ഭൂമികുലുക്കം ഉണ്ടായത്. അടുത്ത ചോദ്യം, വാഹനങ്ങൾ റോഡിൻ്റെ ഡാഷ് വശത്തു കൂടി സഞ്ചരിക്കണം? ആൻസർ ഇടത്ത്. റോഡിൻ്റെ ഇടതുവശത്തു കൂടിയാണ് വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യ വിഭജനം നടന്ന വർഷം? 1947. 1947 ഇന്ത്യ വിഭജനം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിച്ച വർഷം? 1950. 1950 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, പൊള്ളലുകളെ എത്രയായി തരംതിരിക്കാം? ആൻസർ 3. 3 പൊള്ളലുകളെ തരംതിരിക്കാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, JRCയുടെ ആദർശവാക്യം, അതായത് JRCയുടെ മോട്ടോ എന്താണ്? ആൻസർ സേവനം. സേവനമാണ് JRCയുടെ മോട്ടോ. അടുത്ത ചോദ്യം, ഭോപ്പാൽ വാതക ദുരന്തം നടന്ന വർഷം? 1984. 1984 ഭോപ്പാൽ വാതക ദുരന്തം ഉണ്ടായത്. അടുത്ത ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റി ലീഗ് സ്ഥാപിതമായ വർഷം? 1919. 1919 റെഡ് ക്രോസ് സൊസൈറ്റി ലീഗ് സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, ഒറീസ കൊടുങ്കാറ്റുണ്ടായ വർഷം? 1971. 1971 ഒറീസ കൊടുങ്കാറ്റ് ഉണ്ടായത്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ജപ്പാനിൽ റെഡ് ക്രോസ് ജന്മം കൊണ്ട വർഷം? 1877. 1877 ജപ്പാനിൽ റെഡ് ക്രോസ് ജന്മം കൊണ്ടത്. അടുത്ത ചോദ്യം, ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിതമായത്? ആൻസർ 1920. 1920 ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യയിൽ സ്ഥാപിതമായത്. A ലെവൽ എക്സാമിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി വാച്ച് ചെയ്യുക.